ഇന്നുണ്ടല്ലോ ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പെട്ടെന്നെന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെയാണ് നമുക്ക് ഉണ്ടാക്കി കിട്ടുക. അപ്പോൾ പറഞ്ഞു വന്നത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി ഞാനിവിടെ ഒന്ന് വറക്കണുണ്ട്, കാരണം എൻ്റെ അരിപ്പൊടി ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ എടുത്തിരിക്കുന്നത് 1.25 കപ്പോളം അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് മൈദയാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം അല്ല അത്. അപ്പോൾ ഞാൻ ഇവിടെ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ റവ, പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറെ കുറച്ച് പരിപാടി ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അരി കുതിർത്ത് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് അതരച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ചേർക്കേണ്ട പോലെ തന്നെ ചേർക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ഏലക്കായ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നത് പൊടിച്ചെടുക്കുക. ഇതുപോലെ. ഇനി നമുക്ക് സെയിം ആ പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കായും പൊടിച്ചതിൻ്റെ കൂടെ തന്നെ പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുപഴം ഉണ്ടല്ലോ, അതപ്പോൾ ഈ ചെറുപഴമാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇത് അനാഥപ്രേതം പോലെ ആർക്കും വേണ്ടാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 5 ചെറിയ പഴം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി അരച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത്, നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നാളികേരക്കൊത്തുണ്ടല്ലോ, ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം വറുത്തെടുക്കാൻ. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മൈൻഡ് ആൻഡ് ബോഡി കോർഡിനേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, വല്ലാത്ത കോർഡിനേഷനാണ് കേട്ടോ. ഇപ്പം കാണിച്ചു തരാം. ഇനി നമുക്കുണ്ടല്ലോ ഈ വറുത്ത നാളികേരത്തിൻ്റെ കൂടെ എള്ളും കൂടി ചേർക്കണം. 1 ടേബിൾ സ്പൂൺ എള്ള് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത കാരണം കൊണ്ട് അതിൽ എള്ള് ഒട്ടിപ്പിടിച്ചു. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു സംഭവം വല്ല ആവശ്യമുണ്ടായാൽ എൻ്റെ അടുക്കള ഞാൻ തന്നെ വൃത്തിയാക്കും, ഞാൻ തന്നെ വൃത്തികേടാക്കും. ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. ഫ്ലെയിം ഓൺ ചെയ്യരുത്. അതിന് മുമ്പായിട്ട് തന്നെ ഒരു 1.5 കപ്പോളം ശർക്കര ഞാൻ പൊടിയായിട്ടുള്ളതാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തിളച്ചിങ്ങനെ വരട്ടെ കേട്ടോ. തിളച്ചിങ്ങനെ നൂൽപ്പരിവൊന്നും ആവണ്ട കേട്ടോ. തിളച്ചതൊന്ന് പഞ്ചസാര അലിഞ്ഞ് ശർക്കര അലിഞ്ഞ് ചേർന്നാൽ മതി. ഇനി ആ ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, ആ ഒരു അരിപ്പൊടി മൈദയൊക്കെ, അതിലേക്ക് നേരെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു അരിപ്പ വെച്ച് അരിച്ച് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ശർക്കരയിൽ വല്ല കല്ലോ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പഴവും പഞ്ചസാരയൊക്കെ സംഭവം ഉണ്ടല്ലോ, അത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സായി വന്നാലാണ് നമുക്കിനി വെള്ളം എത്രത്തോളം ചേർത്ത് കൊടുക്കണം എന്നുള്ളതിന് ഒരു പിടുത്തം കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ആ ഒരു വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം വെള്ളമൊക്കെ സംഭവമില്ലേ, അതും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒറ്റയടിക്ക് എടുത്ത് ഒഴിക്കരുത് കേട്ടോ. ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോഴും മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്, ഭയങ്കര ഒരു തിക്കായിട്ടിരിക്കണ പോലെ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുത്തു. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തപ്പോഴാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ മാവിന് വേണ്ട കൺസിസ്റ്റൻസി കിട്ടിയത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇങ്ങനെ വെള്ളം ആവാൻ പാടില്ല, ഭയങ്കരമായിട്ട് തിക്കുമായിട്ട് ഇരിക്കാൻ പാടില്ല. അങ്ങനെയുള്ളൊരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു മാവ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ഒരു സംഭവം കൂടി ചേർക്കാനുണ്ട്, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത്ര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ചേർക്കുന്നത് നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതലാണ് കുറവാണെന്നൊക്കെ തോന്നും. കാരണം പല ആംഗിളിൽ വെച്ചിട്ട്, ക്യാമറ തൊട്ടടുത്ത് വെച്ചിട്ട്, ചിലപ്പോൾ വളരെ ദൂരെ വെച്ചിട്ട് സൂം ഇൻ ചെയ്യും, സൂം ഔട്ട് ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളും അതുപോലെ എടുക്കുന്ന ഇൻഗ്രീഡിയൻസും ഒക്കെ ചിലപ്പോൾ കൂടുതലും കുറവൊക്കെ ആയിട്ട് തോന്നും. എന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് അങ്ങനെ വെക്കാം കേട്ടോ, റെസ്റ്റ് ചെയ്യാൻ. അതിന് ശേഷം വേണം നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാനായിട്ട്. ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു എന്താ പറയുക പാത്രം, ഉണ്ണിപ്പത്തട്ട് എന്തെങ്കിലും ആവട്ടെ, അത് അടുപ്പത്ത് വെച്ച് ഞാൻ അതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എനിക്ക് വെളിച്ചെണ്ണ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഈ നെയ്യ് നല്ലോണം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുള്ള കാരണം വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ലൊന്നും വരില്ല, ആ നെയ്യിൻ്റെ അത് വരുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യിൻ്റെ ആ സ്മെല്ല് വന്നിട്ടുള്ള ഉണ്ണിയപ്പം. എന്തായാലും ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ലോണം കിട്ടുമെന്ന് വിചാരിച്ച് ഒഴിച്ചത്, അപ്പോഴൊക്കെ സൈഡിൽ വീണുപോയി. അതാണ് ഞാൻ ഈ ഒരു മെഷറിംഗ് കപ്പ് എടുത്തത്. പക്ഷെ കുഴപ്പമില്ല, പിന്നെ ശരിയായി വന്നു കേട്ടോ. എന്നിട്ട് അതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഭാഗം വെന്ത് വരുമ്പോൾ നമുക്കത് മറിച്ചിടാം. ആദ്യം ഞാൻ ഈ ഒരു പപ്പടത്തിൻ്റെ കോല് വെച്ചിട്ട് ആക്കി വയ്ക്കും. അപ്പോൾ 1-2 എണ്ണമൊക്കെ മറിഞ്ഞിട്ട് പിന്നീട് ആവണില്ല. പിന്നെ ഇതുപോലെ ഇപ്പോൾ സുഖമായിട്ട് ചിലവിടെ എന്ന് പറഞ്ഞ് എനിക്ക് മറിച്ചിടാൻ പറ്റി. അങ്ങനെ മറിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് 2 സൈഡും വെന്ത് കിട്ടും. ഇട്ടെടുക്കാം.
എത്ര പെട്ടെന്നാണ് കഴിഞ്ഞതെന്ന് തോന്നും അല്ലേ? പക്ഷേ എത്ര നേരം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് വെന്ത് റെഡി ആയിട്ട് കിട്ടുക അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കാണുന്ന പോലെ ആയിരിക്കില്ല അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട്. അപ്പോൾ പുതിയതായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങുന്നവരൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമെന്ന് വിചാരിച്ച് വേഗം തന്നെ എടുക്കരുത്. ഇത് ഒരെണ്ണം നമ്മളെടുത്ത് ഒന്ന് കഴിച്ച് നോക്കുക, നന്നായി വെന്തിട്ടുണ്ടോ ഉള്ളൂ എന്നൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളിത് 1x-ലും 2x-ലൊക്കെ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ആ കണ്ട നേരം മുഴുവൻ ആരെങ്കിലും കണ്ടിരിക്കുമോ? പിന്നെ അത് പപ്പടക്കോല കൊണ്ട് ഇങ്ങനെ ആക്കിയെടുത്തപ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടിട്ടോ. ഇത് രണ്ടാമത്തെ ട്രിപ്പാണ്. എനിക്ക് എന്ത് പലഹാരം ഉണ്ടാക്കിയാലും ഇത് കുറച്ച് അങ്ങനെ ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടുക്കൂട്ടോ. കാരണം ഇതാ കഴിക്കാനുള്ള അത്രയായി, പിന്നെ ടേസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഉണ്ടാക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ? അപ്പോൾ ഇത് രാത്രി നേരത്തിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അച്ഛനും മക്കളൊക്കെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. നെക്സ്റ്റ് ഡേ സ്കൂളിലേക്ക് അവർക്ക് ഞാൻ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ അത് ഉണ്ടാക്കിയത്. അപ്പോൾ നെക്സ്റ്റ് ഡേ കൊടുത്തയച്ചു. അത് കഴിഞ്ഞ് വൈകിട്ട് വന്നിട്ട് അവർക്ക് ഇത് തന്നെയായിരുന്നു കഴിക്കൽ. അത് കാരണം 3-4 ദിവസത്തേക്ക് ഇരിക്കുമെന്ന് വിചാരിച്ചുണ്ടാക്കിയത് പിറ്റേ ദിവസം തന്നെ കഴിഞ്ഞു കേട്ടോ. എന്തായാലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ഒരു വീഡിയോ കുറച്ചധികം ലെങ്തി ആണെന്ന് അറിയാം, എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.